നമസ്കാരം. രാജ്യത്തെ എല്ലാ നികുതിദായകർക്കും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ്. പാൻ കാർഡിന്റെ പുതിയ പതിപ്പ് സ്വന്തമാക്കാത്തവരായിരിക്കും നമ്മളിൽ പലരും. പുതിയ പാൻ കാർഡിനെ കൊണ്ടുള്ള ഉപയോഗങ്ങളും അത് എങ്ങനെ സ്വന്തമാക്കാമെന്നും വിശദമായി നോക്കാം. പാൻ കാർഡിന്റെ പുതിയ പതിപ്പ് അറിയപ്പെടുന്നത് പാൻ 2.0 കാർഡ് എന്നാണ്. ഇതിൽ കൂടുതൽ സുരക്ഷയുണ്ടെന്നാണ് അധികാരികൾ പറയുന്നത്. കൂടാതെ പാൻ 2.0 കാർഡിൽ അധികമായി ഒരു QR കോഡും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പുതിയ കാർഡ് പ്രിന്റ് ചെയ്തെടുക്കാൻ ചിലവിടേണ്ടി വരിക വെറും 50 രൂപയാണ്. പലതരത്തിലുള്ള ഗവൺമെന്റ് സേവനങ്ങൾക്കും ഡിജിറ്റൽ രേഖ എന്ന നിലയിലും ഉപയോഗിക്കാവുന്ന ഒരു രേഖയായിട്ടാണ് പാൻ 2.0 കാർഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. QR കോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് വെരിഫിക്കേഷൻ നടത്താനും സാധിക്കും. അത് പാൻ 2.0 കാർഡ് ഉടമകൾക്ക് കൂടുതൽ സുരക്ഷ നൽകുമെന്നും അവകാശവാദമുണ്ട്. എന്തായാലും നികുതിദായകർക്ക് ഇത് വളരെ അത്യന്താപേക്ഷിതമായ രേഖയായേക്കും. നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് അംഗീകൃത സേവനദാതാക്കൾ വഴി പാൻ 2.0 കാർഡ് റീപ്രിന്റ് ചെയ്തെടുക്കാനാകും. പുതിയ കാർഡിൽ QR കോഡ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിലിലേക്കും അയച്ചു ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്നതിന് മുമ്പായി ഇപ്പോൾ കൈവശമുള്ള പാൻ കാർഡിൽ കിടക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അവ അപ്ഡേറ്റ് ചെയ്യണം. പാൻ 2.0 കാർഡ് നൽകാനായി ഗവൺമെന്റ് 2 ഏജൻസികളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പ്രോട്ടിയൻ, UTII, TSL എന്നിവയാണത്. നിലവിലുള്ള കാർഡ് ഇതിൽ ഏത് ഏജൻസിയാണ് നൽകിയിരിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതാണ്. പാൻ 2.0 കാർഡ് എടുക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഓർക്കേണ്ട കാര്യങ്ങളിലൊന്ന്, പാനിനു വേണ്ടി നൽകിയിരിക്കുന്ന വിവരങ്ങൾ മാറ്റണമെങ്കിൽ അത് പണം നൽകാതെ ഓൺലൈനായി മാറ്റാം എന്നുള്ളതാണ്. പേര്, അഡ്രസ്സ്, ജനന തീയതി തുടങ്ങിയവയൊക്കെ മാറ്റാനാകും. പ്രിന്റ് ചെയ്ത കാർഡും ഡിജിറ്റൽ കോപ്പിയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഫിസിക്കൽ കാർഡ് സാധാരണഗതിയിൽ ലഭിക്കാൻ 20 ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഡിജിറ്റൽ കോപ്പി അപേക്ഷ നൽകി 24 മണിക്കൂറിനുള്ളിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനാകും. പുതിയ കാർഡിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കിടക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് തിട്ടപ്പെടുത്തുക തന്നെ വേണം എന്ന കാര്യം ഊന്നി പറയുന്നുണ്ട്. എന്തെങ്കിലും പിഴകൾ വന്നാൽ കാർഡ് ലഭിക്കാൻ കാലതാമസം വന്നേക്കാം. നിലവിൽ പാൻ കാർഡ് ലഭിച്ചവർ പുതിയ പാൻ 2.0ക്ക് അപേക്ഷിക്കേണ്ടതില്ല. തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ മാത്രം പുതിയതായി അപേക്ഷിച്ചാൽ മതിയാകും. 1961 ആദായ നികുതി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വയ്ക്കാൻ അനുവാദമില്ല. ഒന്നിൽ കൂടുതലുള്ളവർ അസസിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങൾ പാലിക്കുകയും ചെയ്യണം. പാൻ അനുവദിക്കൽ, പുതുക്കൽ, തിരുത്തലുകൾ വരുത്തൽ എന്നിവ സൗജന്യമായി ചെയ്യാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ വിലാസത്തിൽ ഈ പാനും ലഭിക്കും. കാർഡ് രൂപത്തിൽ ലഭിക്കാൻ 50 രൂപ കൂടി അധികം നൽകണം. ഇന്ത്യക്ക് പുറത്തെ വിലാസത്തിലാണ് ലഭിക്കേണ്ടതെങ്കിൽ 15 രൂപയും തപാൽ കൂലിയും അധികമായി നൽകേണ്ടി വരും.